പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കേരളമെന്ന് കേട്ടാൽ എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രിയങ്കരനായ ബിജു എസ് നായർ, അഡ്മിൻ പാനലിലുള്ള മറ്റ് എല്ലാവരും നമ്മുടെ ഈ ഗ്രൂപ്പ് ഏറ്റവും ആസ്വാദ്യകരമാക്കുന്നതിന് പരിശ്രമിക്കുന്നുണ്ട്. അത് വളരെയധികം വിജയകരമായി നടക്കുന്നുമുണ്ട് എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ഈ കൊറോണ കാലത്ത് നമ്മളെ വളരെയധികം അലട്ടുന്ന ഒരു രോഗമുണ്ട്, വിഷാദരോഗം. വിഷാദരോഗം എന്ന് നമ്മൾ പറയുമ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു വലിയ സംശയത്തിൻ്റെ ഉത്തരം ഇല്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്നൊരു സമയം. പലപ്പോഴും ഉത്തരമില്ലാത്തത് കൊണ്ടല്ല വിഷാദരോഗം ഉണ്ടാവുന്നത്, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുമോ, സംഭവിക്കുമോ, എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതിരിക്കുമോ, നമ്മൾ കഷ്ടപ്പെടുമോ എന്ന ഒരു ആധി. പലപ്പോഴും നമുക്ക് വന്നേക്കാവുന്ന കഷ്ടപ്പാടിനെ പറ്റിയുള്ള മുൻധാരണകളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും ആലോചിച്ച് കണ്ടുപിടിച്ച് നമ്മൾ വിഷമിക്കാറുണ്ട്, അല്ലേ? വിഷാദം പലപ്പോഴും അങ്ങനെയാണ് ഉണ്ടാകുന്നത്. നമുക്കൊരു സ്പെസിഫിക് ആയിട്ടൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെ നമുക്ക് എങ്ങനെ നേരിടണമെന്ന് നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാൻ പറ്റും. ചോദിച്ച് അതിൻ്റെ ഉത്തരം നമുക്കറിയാനും നമുക്ക് ആ ഉത്തരം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ വിഷാദരോഗത്തിൻ്റെ കാര്യം തിരിച്ചാണ്. പലപ്പോഴും എന്താണ് ഭാവിയിൽ നടക്കുക എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു കൺഫ്യൂഷൻ, സംഭവിക്കാവുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് അതിൻ്റെ തീവ്രത പരമാവധി കൂട്ടി നമ്മുടെ മനസ്സിനുള്ളിൽ തന്നെ അത് പെരുപ്പിച്ച് അതിന് ഉത്തരമില്ലാതെ നമ്മളെ തന്നെ കുത്തി നോവിക്കുന്ന ഒരവസ്ഥയാണ് ഈ വിഷാദരോഗം. അതിന് എത്ര ഉപദേശിച്ചാലൊന്നും അത് മാറില്ല. തൽക്കാലം ചിലപ്പോൾ ഒരു വ്യത്യാസം ഉണ്ടായേക്കാം, പക്ഷേ ഒരു ഉപദേശം കൊണ്ടോ ഒന്നും അത് മാറില്ല. ഇതിനൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവാനായിട്ടുള്ള ഒരു എക്സർസൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വിഷാദരോഗം പൂർണ്ണമായി മാറും എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതിൻ്റെ തീവ്രത തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം, നമ്മുടെ മനസ്സിന് 2 ഭാഗങ്ങളുണ്ടെന്ന് നമുക്ക് തീരുമാനിക്കാം. ഒരു ഭാഗത്തിന് നമ്മുടെ ഇമോഷൻസ് മാത്രമാണ്, നമ്മുടെ വികാരങ്ങൾ മാത്രം. മറ്റേ ഭാഗം നമ്മുടെ ബുദ്ധിശക്തി, അല്ലേ? നമുക്കങ്ങനെ 2ആയിട്ട് നമ്മുടെ മനസ്സിനെ പകുതിയായിട്ട് മുറിച്ച് കാണാം. പലപ്പോഴും നമ്മുടെ പെരുമാറ്റം മുഴുവൻ കുറച്ച് ബുദ്ധിശക്തി കുറച്ച് വികാരവും കൂടെ ചേർന്നുള്ള ഒരു എങ്ങനെയാണ് അത് നമ്മൾ ആ ഒരു കോമ്പിനേഷനാണ് നമ്മൾ പല കാര്യങ്ങളും നേരിടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ചില സമയത്ത് നമ്മൾ വികാരങ്ങൾ കൊണ്ട് മാത്രം ചില സന്ദർഭങ്ങളെ, ചില സിറ്റുവേഷൻ നമ്മൾ നേരിടും. വികാരം നമ്മുടെ കൈ വിട്ടുപോവുകയും നമുക്ക് ദേഷ്യം അല്ലെങ്കിൽ സങ്കടം ഇതൊന്നും കൺട്രോളില്ലാതെ കൂടുകയും ചെയ്യും. അപ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ എവിടെയോ ഒരു ചെറിയ സംസാരം നമുക്ക് കേൾക്കാം. വേണ്ട, അങ്ങനെ ചെയ്യേണ്ട, അങ്ങനെ പാടില്ല എന്നാരോ നമ്മുടെ മനസ്സിലിരുന്ന് ഒരു ചെറിയ ഉപദേശം തരുന്നില്ലേ? അത് നമ്മുടെ ബുദ്ധിശക്തിയാണ്. നമ്മുടെ ഈ ബുദ്ധിശക്തിക്ക് നമ്മുടെ വികാര തള്ളിച്ച അല്ലെ വികാരങ്ങളുടെ മുകളിൽ ഒരു ആധിപത്യം പുലർത്താൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വിഷാദരോഗത്തിൽ നിന്ന് പലപ്പോഴും രക്ഷ പ്രാപിക്കാൻ കഴിയും. നമ്മുടെ പ്രോബ്ലം, നമ്മുടെ പ്രതിസന്ധികളെല്ലാം ഒറ്റയടിക്ക് തരണം ചെയ്ത് മാറ്റാൻ പറ്റും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പലപ്പോഴും ഈ പ്രതിസന്ധിയെ നമുക്ക് വേറൊരു ആംഗിളിൽ നിന്ന്, വേറൊരു രീതിയിൽ നമുക്ക് നേരിടാൻ പറ്റും. ആ നേരിടുന്നതിൽ നമുക്ക് വളരെയധികം സക്സസ്ഫുൾ ആവാനും പറ്റും.
അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു എക്സർസൈസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസാണ്. കാലത്ത് 2 മിനിറ്റ്, ഉച്ചയ്ക്ക് 2 മിനിറ്റ്, വൈകുന്നേരം 2 മിനിറ്റ് സമയം ഇതിനു വേണ്ടി മാറ്റി വെക്കണം. ഒരു ദിവസം 6 മിനിറ്റ് മാത്രം. ആ സമയം ഇല്ലയെന്നൊരിക്കലും പറയരുത്. ആ സമയം കണ്ടെത്തണം. വെറും 2 മിനിറ്റ് മാത്രം അല്ലേ? എന്ത് പെട്ടെന്നായിരിക്കും അത് തീരുക. പക്ഷേ എത്ര വിഷാദമുണ്ടെങ്കിലും നമ്മൾ പല്ല് വെക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ ദിവസം ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ മെനക്കെട്ടായാലും ചെയ്യുന്നത് പോലെ ഈ ഒരു 2 മിനിറ്റ് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം കണ്ടെത്തുക തന്നെ വേണം. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രയോജനം കാണാൻ പറ്റും. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ വ്യത്യാസം കാണാൻ തുടങ്ങും. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ചെറിയ സംഖ്യ മനസ്സിൽ വിചാരിക്കുക. ഉദാഹരണമായിട്ട് 48 എന്നൊരു നമ്പർ. ഈ 48-ൽ നിന്ന് നമ്മളൊരു മറ്റൊരു സംഖ്യ കുറയ്ക്കുക. വളരെ ചെറിയൊരു സംഖ്യ, 6 എന്നൊരു സംഖ്യ ഉദാഹരണത്തിനെടുക്കാം. അപ്പോൾ 48 മൈനസ് 6 42. വീണ്ടും 6 കുറയ്ക്കുക, വീണ്ടും 6 കുറയ്ക്കുക. അങ്ങനെ 0 എത്തുന്നവരെ പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. ഈ സമയത്ത് നമ്മൾ കണ്ണടച്ചിരുന്ന് മാത്രം അത് ചെയ്യുക. ചിലപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ഉത്തരം കിട്ടത്തില്ല, ചിലപ്പോൾ തെറ്റിപ്പോവും. 48 മൈനസ് 6 ചിലപ്പോൾ 44 പോവും. അങ്ങനെയൊക്കെ തെറ്റും. അതിലൊന്നും ഒരു കാര്യമല്ല, ആ തെറ്റ് പറ്റുന്നതിലൊന്നും അല്ല കാര്യം. പക്ഷേ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ കണ്ണടച്ചിരുന്ന് ആ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ അത് നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ബുദ്ധി മാത്രമേ ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ അത് നേരിടാനായിട്ട് നമ്മുടെ വികാരങ്ങളൊന്നും തന്നെ ഒരു സപ്പോർട്ടിനുണ്ടാവില്ല. കാരണം അതിനകത്ത് വികാരങ്ങളില്ല, വെറും ഒരു കണക്കിൻ്റെ ഒരു ഇക്വേഷൻ. അതിനെന്ത് വികാരം? അത് നേരിടാനായിട്ട് സിമ്പിൾ കാര്യം. അപ്പോൾ ബുദ്ധി മാത്രം ഉണർന്ന് പ്രവർത്തിക്കും. പക്ഷേ പതുക്കെ നമ്മളങ്ങനെ ഈ 2 മിനിറ്റ് ഉച്ചയ്ക്ക്, വൈകുന്നേരവും രാവിലെയൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു പ്രത്യേക ഭാഗമുണ്ടല്ലോ, ബുദ്ധി മാത്രമുള്ള ആ ഭാഗം, അത് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. പതുക്കെ നമ്മുടെ ഓരോ വികാരത്തള്ളിച്ച് ഉണ്ടാകുമ്പോഴും, നമ്മൾ വളരെയധികം ദേഷ്യം വരുമ്പോഴും സങ്കടം വരുമ്പോഴൊക്കെ മനസ്സിൻ്റെ ആ ബുദ്ധി മാത്രമുള്ള ആ ഒരു ഭാഗമുണ്ടല്ലോ, അത് വളരെ ശക്തിയോടെ പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു എഫേർട്ടില്ലാതെ, ഒരു കഷ്ടപ്പാടുമില്ലാതെ ആ ഒരു ബുദ്ധി വികാരങ്ങളെ കീഴ്പ്പെടുത്തുന്ന ഒരു സമയം വരും. അതിനധികം നാളൊന്നും എടുക്കില്ല. പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വികാരങ്ങളെ നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയുന്ന ഒരു എക്സസൈസാണത്. നമുക്കിതിൽ എന്ത് കാര്യം, വെറും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ എന്ത് കാര്യമെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇതിന് അങ്ങനൊരു സൈഡുണ്ട് അല്ലേ? ചില കാര്യങ്ങൾ ചെറിയ ഡോസിൽ മതി. ഒരു ഹോമിയോപ്പതി ഗുളിക കഴിച്ചാലോ, ഒരു കൊച്ചു ഗുളികയല്ലേ, വലിയ അസുഖങ്ങളെയൊക്കെ മാറ്റുന്ന ഒരു കൊച്ചു ഗുളികയ്ക്ക് പറ്റും അല്ലേ? അതുപോലെ നമ്മുടെ മനസ്സിലൊരു ചെറിയ കാര്യം ഒന്ന് ഉണർത്തി വിടുകയാണെങ്കിൽ അത് പതുക്കെ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും ഡോമിനൻ്റായിട്ടുള്ള ഒരു ഭാഗമായിട്ടത് മാറും. വെറും ഒരു ചെറിയ സംഖ്യ, ഞാൻ നേരത്തെ 48 എന്ന് പറഞ്ഞു, അത് 48 ഏതെങ്കിലും ഒരു നമ്പറാകാം. 54 മൈനസ് 4 50, 50 മൈനസ് 4 46, മൈനസ് 4 42, മൈനസ് 4 38, മൈനസ് 4 34, മൈനസ് 4 30. ഇങ്ങനെ 0 എത്തുന്നവരെ നമ്മൾ കണ്ണടച്ചിരുന്ന് ഒന്ന് കൂട്ടുവാനും കുറയ്ക്കുവാനും ഒക്കെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു കണ്ടീഷനുണ്ടല്ലോ, വിഷാദം എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ നിന്ന് നമുക്ക് പതുക്കെ നമുക്ക് മോചനം കിട്ടുന്നതായിട്ട് കാണാം. നിങ്ങളെല്ലാവരും ഇത് ശ്രമിച്ചു നോക്കണം. വിഷാദരോഗമുള്ളവർ മാത്രമല്ല, ആർക്കും ഇത് ശ്രമിക്കാം, ആർക്കും ഇത് ചെയ്യാം. എല്ലാവർക്കും നല്ല കോൺസെൻട്രേഷൻ, നല്ല ഫോക്കസ്, മനസ്സിനൊരു എപ്പോഴും മനസ്സ് വളരെ ലൈറ്റായിട്ടിരിക്കാനും ഒക്കെ ഈ ഒരു എക്സസൈസ്
വളരെയധികം സഹായിക്കും. നിങ്ങളിത് ശ്രമിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിലിടുകയോ അല്ലെങ്കിൽ മെസ്സഞ്ചർ ബോക്സിലിട്ട് എന്നെ അറിയിക്കുകയോ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ ഉത്തരങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്തേ.